കുടുംബസഞ്ചാരത്തിനെത്തിയ വയനാട് ഗ്രാമത്തിലെ ചെറിയ റിസോർട്ടിൽ ശ്രുതി അവളുടെ സുഹൃത്തുക്കളോടൊപ്പം എത്തി. മഴ പെയ്തുകൊണ്ടിരുന്നു. പച്ച മരങ്ങൾ, നദിയുടെ നീല ജലവും മലക്കാറ്റിന്റെ ഗന്ധവും എല്ലാം അവളെ ഒരു പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ശ്രീഹരൻ എന്നയാൾ ഫോട്ടോഗ്രാഫി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ആദ്യമായി ശ്രുതി അവനെ കണ്ടത് ഒരു മഴത്തുള്ളി ക്യാമറയിൽ പകർത്തുവെച്ചപ്പോൾ. അവന്റെ കണ്ണുകളിൽ ഒരു തനിപ്പിടുത്തമുണ്ടായിരുന്നു. പക്ഷേ ഹൃദയം തുറന്നത് എളുപ്പമല്ലാത്തതെന്ന് തോന്നിച്ചു. അടുത്ത ദിവസം അവരുടെയും യാത്രകൾ സമാന്തരമായി മുന്നേറി. വേനലിന്റെ പകലുകൾ, മഴയുടെ സന്ധ്യകൾ, പാതിരാവിലെ നിശബ്ദം എല്ലാം അവരെ അടുത്തുകൊണ്ടുവന്നു. ആദ്യമായി കൈകൾ തമ്മിൽ സ്പർശിച്ചതിനുശേഷം ഹൃദയം അതിന്റെ രഹസ്യങ്ങളൊക്കെ തുറന്നു. ശ്രീഹരൻ പറഞ്ഞു, "മഴ എപ്പോഴും ഭയപ്പെടുത്തുമെന്നോ?" ശ്രുതി ചെറുതായി ചിരിച്ചു. "ഭയമുണ്ടായിരുന്നു. എന്നാൽ നീ കൂടെയുണ്ടെങ്കിൽ ഭയം അപ്രമാണമാണ്." അന്ന് രാത്രിയിൽ മഴയിൽ അവർ വീണ്ടും നടന്നു. മഴത്തുള്ളികൾ മുഖത്തു പിരിഞ്ഞു, കാൽനട തഴുകി. ഹൃദയം ഒരു തരംഗം പോലെ മുറിച്ചു. എന്നാൽ അവർക്ക് മനസ്സിലായി, ഇഴയാതെ, ഭയം കൂടാതെ പ്രണയം മുഴുവൻ സ്വതന്ത്രമാണ്. ശ്രീഹരൻ മൃദുവായി പറഞ്ഞു, "ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ശ്രുതി. നീ എന്റെ പ്രണയത്തിന്റെ തുടക്കം." ശ്രുതി കണ്ണുകൾ നിറഞ്ഞു. "ഞാനും നിന്നെ സ്നേഹിക്കുന്നു," അവൾ പറഞ്ഞു. അന്നുമുതൽ മഴ മാത്രം പ്രണയത്തിന്റെ സാക്ഷിയല്ല, അവർക്ക് പ്രത്യക്ഷമായ സന്ദേശവുമാണ്. മഴയിൽ തുടങ്ങിയ പ്രണയം അവളുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തെയും നിറച്ചു. അവരൊരുമിച്ചുള്ള ഓരോ നിമിഷവും, ചിത്രങ്ങളും ഓർമ്മകളും ഓരോ കഥകളും എല്ലാം ഒരുപാട് സ്നേഹത്തിന്റെ അടയാളമായി മാറി. വിവരണം: വയനാടിലെ മഴയിൽ ആരംഭിച്ച മനോഹരമായ പ്രണയകഥ. ശ്രുതിയും ശ്രീഹരനും തമ്മിലുള്ള ഹൃദയസ്പർശിയായ പ്രണയം, സ്വതന്ത്രമായ സ്നേഹത്തിന്റെ കഥ. കോളേജിന്റെ പഴയ ലൈബ്രറിയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അനു ആദ്യമായി അവനെ കണ്ടത്. മഴ പെയ്തുകൊണ്ടിരുന്നു. എല്ലാവരും ഓടിക്കളഞ്ഞപ്പോൾ ഒരാൾ മാത്രം മഴയിൽ നിൽക്കുകയായിരുന്നു: ആകാശ്. അവൻ മഴയെ സ്നേഹിക്കുന്നവനാണെന്ന് അനു മനസ്സിലാക്കി. ആ ദിവസത്തിനുശേഷം അവർ തമ്മിൽ പലപ്പോഴും കാണാൻ തുടങ്ങി. ആദ്യം ചെറിയ നോട്ടങ്ങൾ, പിന്നെ ചിരികൾ, പിന്നീട് കുറച്ചു വാക്കുകൾ. അനു വളരെ ശാന്ത സ്വഭാവക്കാരിയായിരുന്നു. എന്നാൽ ആകാശിന്റെ ആത്മവിശ്വാസം അവളെ ആകർഷിച്ചു. ഒരു ദിവസം ലൈബ്രറിയിലിരിക്കുമ്പോൾ ആകാശ് ചോദിച്ചു, "നിനക്ക് മഴ ഇഷ്ടമാണോ?" അനു ചെറുതായി ചിരിച്ചു പറഞ്ഞു, "മഴയോടെനിക്ക് ഭയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറുന്ന പോലെ തോന്നുന്നു." "എന്തുകൊണ്ട്?" ആകാശ് ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. അത് പ്രണയത്തിന്റെ തുടക്കമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവർ ഒരുമിച്ച് സമയം ചിലവഴിച്ചു. കാന്റീനിൽ ചായ കുടിച്ചു. ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിച്ചു. ഓരോ നിമിഷവും അവർ തമ്മിൽ കൂടുതൽ അടുക്കി. ഒരു സന്ധ്യ മഴ വീണ്ടും തുടങ്ങി. ആകാശ് അനുവിനെ വിളിച്ചു. "നമുക്ക് പുറത്തേക്ക് പോകാമോ?" "മഴയിലോ?" അവൾ ആശ്ചര്യപ്പെട്ടു. "അതെ, ഒരിക്കലെങ്കിലും നീ ഭയക്കാതെ മഴയിൽ നിൽക്കണം," അവൻ പറഞ്ഞു. അവൾ കുറച്ചു നിമിഷം ചിന്തിച്ചു. പിന്നെ അവന്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. മഴത്തുള്ളികൾ അവരുടെ മേൽ വീണു. ആദ്യം അല്പം ഭയമുണ്ടായെങ്കിലും ആകാശിന്റെ കൈ പിടിച്ചപ്പോൾ അവൾക്ക് ധൈര്യം ലഭിച്ചു. "ഇപ്പോഴെങ്ങനെ തോന്നുന്നു?" ആകാശ് ചോദിച്ചു. അനു കണ്ണുകളടച്ച് ഒരു ദീർഘശ്വാസം വിട്ടു പറഞ്ഞു, "ഇത് അത്ഭുതകരമാണ്." ആകാശ് അവളെ നോക്കി. "അനു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു." അവൾ കണ്ണുകൾ തുറന്നു. അവളുടെ ഹൃദയം ശക്തമായി മിടിക്കുകയായിരുന്നു. "ഞാനും," അവൾ പറഞ്ഞു. മഴ കൂടുതൽ ശക്തമായി. എന്നാൽ അവർക്ക് അതൊരനുഗ്രഹം പോലെ തോന്നി. ആ മഴയിൽ അവർ തമ്മിൽ പ്രണയം സമ്മതിച്ചു. അന്നുമുതൽ ഓരോ മഴയും അവർക്കൊരോർമ്മയായി. ഭയമായിരുന്ന മഴ ഇപ്പോഴവരുടെ പ്രണയത്തിന്റെ അടയാളമായി മാറി.